ഉയർന്ന നഷ്ടപരിഹാര തുക ദുരന്തബാധിതരുടെ അവകാശമല്ല എന്ന് ഹൈക്കോടതി. സർക്കാർ ചെയ്യുന്നത് പുനരധിവാസമാണ്, നഷ്ടപരിഹാരം നൽകലല്ല. സർക്കാർ നൽകുന്ന ടൗൺഷിപ്പിലെ വീടുകൾ വേണ്ടെന്ന് വയ്ക്കുന്നവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ വീട് നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല എന്നും കോടതി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച് കൃത്യമായ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജ, തീർച്ചയായും ഇതൊരു ദുരന്തം നടന്ന ഒരു ഭൂമിയാണ്. ഈ ദുരന്ത ബാധിതർക്ക് ഒരു സർക്കാരിന്റെ രീതിയിലുള്ള ഒരു പുനരധിവാസമാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കൂടുതൽ പണം വേണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി, കാരണം ഒരു വ്യക്തിയല്ല ഒരുപാട് പേരെ പുനരധിവസിക്കാനുള്ള ഒരു സംവിധാനമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് അത് സർക്കാരിന്റെ ആ പുനരധിവാസത്തിൽ ഉൾപ്പെടാം. അതല്ല, അത് വേണ്ട എന്ന് വയ്ക്കുന്നവർക്ക് മറ്റ് നഷ്ടപരിഹാരങ്ങൾ നൽകുവാനുള്ള ഒരു ബാധ്യത സർക്കാരിനില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. പുനരധിവാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയൊരു ദുരന്ത മേഖലയിൽ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലെയിം അല്ലെങ്കിൽ ഒരു അവകാശം സ്ഥാപിക്കാൻ പറ്റില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. രാജേഷ്, അതുപോലെ ഹൈക്കോടതിയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ 40 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുകയാണല്ലോ. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജ, ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ ഇപ്പോൾ സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു 40 കേസുകൾ, അതായത് 35 കേസുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിലെടുത്തു. മറ്റ് 5 കേസുകൾ അതിനുശേഷം ഉണ്ടായ ചില കാര്യങ്ങൾ വച്ചിട്ട് അവരുടെ മുന്നിൽ വന്ന പരാതികളിൽ അതിൽ കേസെടുത്തു. അങ്ങനെ 40 കേസുകൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. 3 കേസുകൾ കൂടി ഇനി രജിസ്റ്റർ ചെയ്യാനുണ്ട്. ഇതെല്ലാം ഒരു ക്രിമിനൽ കുറ്റം നടന്നു എന്ന് പോലീസിന് ബോധ്യമായ സാഹചര്യത്തിൽ ചെയ്യുന്ന എഫ്ഐആറുകളാണ്. അതിൽ 7 കേസുകളുടെ കുറ്റപത്രം തന്നെ ഫയൽ ചെയ്തു. ഈ കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മൊഴികൾ, ഓരോ ആൾക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുള്ള ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അതിൽ ക്രിമിനൽ കുറ്റം നിലനിൽക്കുന്ന കേസുകളിലാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്.